അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനും ലുബൂച്ചും കൂടെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മീൻ പിടിക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനും ലുബൂച്ചും കൂടെ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വീക്കെൻഡിലാണ് ഇത് പ്ലാൻ ചെയ്തത്, പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് പപ്പ ജോൺസിലാണ്. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് മുഗ്ലിനയിലുള്ള പപ്പ ജോൺസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പാഷനേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാഫാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാൻ പോയായിരുന്നു. ആക്ച്വലി ഒരു മീഡിയം വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലാണ് പോയത്, പക്ഷേ നമ്മൾക്ക് അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 get 1. അങ്ങനെ 2 മീഡിയം വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നാഷണൽ മ്യൂസിയം, അതായത് അൽബിദ പാർക്കിൽ നിന്ന് വെസ്പയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്പോട്ട് ഉള്ളത്. അങ്ങനെ ഈ പോകുന്ന വഴിയാണിത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വെസ്പയിൽ പോകുന്ന വഴിക്ക് പേളിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, കാരണം നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു മീൻ പിടിക്കാനൊക്കെ പോകണമെന്ന്. ഒരു ചൂണ്ടയും ഒരു റോഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് പോയത് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു എക്സ്പെരിമെൻ്റൽ രീതിയായിരുന്നു, കാരണം ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. നാട്ടിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, പക്ഷേ ചൂണ്ടായിരുന്നില്ല. അവിടെ വേറെ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മീൻ പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. 1-2 ആൾക്കാർക്ക് ചെറിയ ചെറിയ മീനൊക്കെ കിട്ടി. നമ്മളതൊക്കെ നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊരു 2 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. 2-2.5 മണിക്കൂറോളം അവിടെ ഇരുന്നു പരിപാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം മീൻ പിടിക്കാൻ നോക്കിയെങ്കിലും ഒരു മീൻ പോലും കിട്ടിയില്ല കേട്ടോ. മീൻ കിട്ടാത്തതിൽ വിഷമമുണ്ടെങ്കിൽ പോലും നമ്മളതിൽ ശ്രമിച്ചതിൽ നമ്മൾ സന്തോഷം കിട്ടി. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ മുകളിനെ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളുടെ ഉപയോഗിക്കുന്ന ഈ റാഡ് അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വേറൊരു പ്രൊഡക്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം എന്തായാലും അതിനെപ്പറ്റി കുറച്ചുകൂടി പഠിച്ചിട്ട് എന്തായാലും ഈ പരിപാടിക്ക് പോകുന്നുള്ളൂ. ഈ പിടിക്കുന്നതൊക്കെ കണ്ടാൽ തോന്നുന്നു എനിക്കെന്തോ വലുത് കിട്ടിയിട്ടാണെന്ന് കേട്ടോ. എറിഞ്ഞിട്ട് മര്യാദക്ക് അവിടെ ദൂരം പോലും പോയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. കുറേ ബോട്ടൊക്കെ അവിടുന്ന് ഓണായി പോകുന്നുണ്ടായിരുന്നു. നല്ല ലൈറ്റൊക്കെ ഇട്ട ബോട്ടുകളായിരുന്നു. അതുകൊണ്ട് നമ്മൾ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് മൊമെൻ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് അന്നത്തെ വീക്കെൻഡ് നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഒരു മീനിനെ പിടിക്കുന്നുള്ള കൺഫർമേഷനിലാണ് നമ്മളന്ന് പിരിഞ്ഞത്. അപ്പോൾ എല്ലാവരും വേറൊരു ദിവസം കാണാം. ഗുഡ് ബൈ.